നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഒരു സർക്കാർ ജോലി, പ്രത്യേകിച്ച് ഒരു LDC ജോലി, ഇത് പലരുടെയും സ്വപ്നമായിരിക്കും അല്ലെ? പക്ഷേ പഠനം എവിടെ നിന്ന് തുടങ്ങണം? എന്താണ് സിലബസ് എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ? ഈ വീട്ടുജോലിക്കും ജോലി തിരക്കുകൾക്കും ഇടയിൽ അത് എന്നെ കൊണ്ട് സാധ്യമാകുമോ എന്നിങ്ങനെ 100,000 ചോദ്യങ്ങളായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക അല്ലെ? അപ്പോ ഞാൻ സർക്കാർ ജോലി വാങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പൊ ഞാൻ സർക്കാർ ജോലി വാങ്ങിയ അതേ വഴികളിലൂടെ നിങ്ങളെയും വിജയത്തിൽ എത്തിക്കാൻ ഞാൻ തയ്യാറായി കഴിഞ്ഞു. അതിനുവേണ്ടി 0 മുതൽ ജോലി വരെ ഒരു സമ്പൂർണ്ണ റോഡ് മാപ്പ് ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് 0-യിൽ നിന്ന് തുടങ്ങി വിജയത്തിൽ എത്തുന്നത് വരെയുള്ള ഒരു സമ്പൂർണ്ണ റോഡ് മാപ്പ്. ഈ ഒരു പ്ലാൻ, ഞാൻ തരുന്ന ഈ ഒരു പ്ലാൻ പിന്തുടർന്നാൽ LDC 2027 റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഉറപ്പായി ഉണ്ടായിരിക്കും. അപ്പോ ഈ റോഡ് മാപ്പിലൂടെ തന്നെയാണ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പില് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത്. ഇതിനോടകം തന്നെ നിരവധി കുട്ടികൾ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോ എന്താണ് ഈ ഒരു 0 മുതൽ ജോലി വരെയുള്ള ആ ഒരു സമ്പൂർണ്ണ റോഡ് മാപ്പ് എന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോയാലോ? LDC 2027 പഠനത്തിനുള്ള ഒരു സമ്പൂർണ്ണ റോഡ് മാപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? LDC പരീക്ഷ, LDC 2027 പരീക്ഷയിൽ മികച്ച റാങ്ക് സ്വന്തമാക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. അതിനുള്ള തന്ത്രമാണ് 0 മുതൽ ജോലി വരെ ഒരു സമ്പൂർണ്ണ പഠന പദ്ധതി. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് കൃത്യമായിട്ടും മനസ്സിലാക്കുക എന്നതാണ്. എവിടെ നിന്നെങ്കിലും കിട്ടിയ കുറച്ച് വിവരങ്ങൾ പഠിച്ചു, അന്നത്തെ ദിവസം ഞാൻ കുറച്ചെങ്കിലും പഠിച്ചു, കഴിഞ്ഞു, അതല്ല വേണ്ടത്. സിലബസിനെ കൃത്യമായി മനസ്സിലാക്കുക. LDC സിലബസ്, നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ ആദ്യം നമുക്ക് സിലബസ് ഒന്ന് നോക്കിയാലോ? അപ്പൊ നമുക്ക് സിലബസിനെ 5 കാറ്റഗറി ചെയ്യാം. നമുക്ക് LDCയുടെ സിലബസിനെ 5 ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ GK ആണ്. GKയിലെ ചരിത്രം വരുന്നുണ്ട്, ഭൂമിശാസ്ത്രം വരുന്നുണ്ട്, ഭരണഘടന വരുന്നുണ്ട്. GKയിൽ തന്നെയാണ് സയൻസും കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ സയൻസിനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് എടുത്തു. കാരണം എന്താണെന്നറിയോ? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 3നും കൂടി 12 മാർക്കാണ് നമ്മുടെ സിലബസിലുള്ളത്. അപ്പോൾ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ സ്പെഷ്യൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ് കറണ്ട് അഫയേഴ്സ് LDC പരീക്ഷയ്ക്കുള്ളത്. ദെൻ മാത്സ്, മെന്റൽ എബിലിറ്റി, ഭാഷാ അറിവില് ഇംഗ്ലീഷ്, മലയാളം. അപ്പൊ ഇങ്ങനെ 5 നമുക്ക് LDCയുടെ സിലബസിനെ ഡിവൈഡ് ചെയ്യാം. അപ്പൊ സിലബസ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് കാണിച്ചു തരാം. പൊതുവിജ്ഞാനം കണ്ടോ? പൊതുവിജ്ഞാനത്തിൽ തന്നെയാണ് ഈ സയൻസും ഉൾപ്പെടുന്നത്. ഞാൻ അതിനെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങ് എടുത്തു. കാരണം എന്താണ്? 6+3+3 12 മാർക്ക് സയൻസിന് അങ്ങ് എടുക്കുക. അതായത് ഈ GKയിലെ 50 മാർക്കില് 12 മാർക്ക് എന്ന് പറയുന്നത് സയൻസ് ആണ്. അപ്പൊ സയൻസിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സബ്ജക്റ്റ് ആക്കി വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. അല്ലാതെ GKയിൽ വരുന്ന ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണവും ഭരണ സംവിധാനവും, പിന്നെ കലാകായികം, സാഹിത്യം, കമ്പ്യൂട്ടർ, സുപ്രധാന നിയമങ്ങൾ എന്നിവയാണ്. അടുത്തത് ആനുകാലിക വിഷയങ്ങൾ 20 മാർക്ക്. ദെൻ മാത്സ്, മെന്റൽ എബിലിറ്റി 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, മലയാളം 10 മാർക്ക് എന്നിങ്ങനെയാണ് LDCയുടെ സിലബസ് വരുന്നത്. അപ്പൊ സിലബസ് നിങ്ങൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. സിലബസിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്ന് കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഏതൊരു പരീക്ഷയും സംബന്ധിച്ചിടത്തോളം സിലബസ് കൃത്യമായി മനസ്സിലാക്കുക എന്നത് തന്നെയാണ് ആദ്യത്തെ പടി. LDC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 5 മേഖലകളായിട്ട് നമ്മൾ സിലബസിനെ തരംതിരിച്ചാൽ GK, കറണ്ട് അഫയേഴ്സ് ഒരു മേഖല, അതിലെ ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന എന്നിവ ഉൾപ്പെടുന്നുണ്ട്. ജനറൽ സയൻസ് മറ്റൊരു മേഖല, ഗണിതം, മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം, ഗ്രാമർ എന്നത് മറ്റൊരു മേഖല. അതുകൊണ്ട് സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കിയല്ലോ. ഇനി സിലബസിലെ പ്രധാന ടോപ്പിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുക. സിലബസ് എല്ലാം അറിഞ്ഞു. സിലബസിലെ എല്ലാത്തിനും ഒരേ ഇമ്പോർട്ടൻസ് ആണോ? അല്ല. പ്രധാനപ്പെട്ട കുറെ ടോപ്പിക്സ് ഉണ്ട്, ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയും. ഇങ്ങനത്തെ പ്രധാനപ്പെട്ട ടോപ്പിക്സ് നിങ്ങൾ മനസ്സിലാക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ കേരള ചരിത്രവും നവോത്ഥാനവും പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ടോപ്പിക്കാണ് കേരള ചരിത്രവും നവോത്ഥാനവും. അത് പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇന്ത്യൻ ഭരണഘടന എടുത്താൽ ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, പഞ്ചായത്തി രാജ്, ആർട്ടിക്കിൾ ഭേദഗതി ഇവ കൃത്യമായിട്ട് പഠിക്കണം. ഇതൊക്കെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ്.
മാത്സ് എടുത്താൽ മാത്സിന്റെ ടോപ്പിക് മാത്രം പഠിച്ചാൽ പോരാ, മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, മാക്സിമം മുൻവർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ മുൻവർഷ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക വഴി സ്പീഡ് വർദ്ധിപ്പിക്കാൻ പറ്റും. അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ ബിഗിനറിനും വീട്ടമ്മമാർക്കും ജോലിക്കിടയിൽ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ മാത്സ് വലിയൊരു പേടി സ്വപ്നമായിരിക്കും. സ്പീഡ് ഇല്ല, അല്ലെങ്കിൽ മാത്സ് ചെയ്യണം അത്രത്തോളം സമയം എടുക്കുന്നത്. അപ്പൊ അത് ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് നിങ്ങൾക്ക് കവർ ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഡെയിലി മാത്സും ഇംഗ്ലീഷും മലയാളവും നിങ്ങൾ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് ദിവസവും കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോയാൽ നല്ലതാണ്. അപ്പൊ ദിവസവും ഒരു കുറച്ച് സമയം കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമോ? അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ. അപ്പൊ സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ അറിഞ്ഞു പഠിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഇപ്പോഴത്തെ ചോദ്യരീതി നോക്കിക്കഴിഞ്ഞാൽ ആഴത്തിലുള്ള ചോദ്യങ്ങൾ PSC ചോദിക്കുന്നു. SCERT പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ടും PSC ചോദിക്കുന്നു. അപ്പോൾ വിജയിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു തന്ത്രമാണ് SCERT സ്ട്രാറ്റജി, SCERT പഠന തന്ത്രങ്ങൾ. SCERTക്ക് പ്രാധാന്യം നൽകുക. LDC പരീക്ഷ ഫോക്കസ് ചെയ്യുമ്പോൾ LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള SCERT പാഠഭാഗങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും അതൊന്ന് കാണുക. അതിന്റെ PDF ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തരാം. അതുകൂടി ഒന്ന് പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചാൽ വളരെ നല്ലത്. SCERTക്ക് പ്രാധാന്യം നൽകുക. കാരണം എന്താ, റാങ്ക് നിർണ്ണയിക്കുന്ന ചോദ്യങ്ങൾ പുതിയ SCERT പാഠപുസ്തകങ്ങളിൽ നിന്നായിരിക്കും വരുന്നത്. റാങ്ക് മേക്കിംഗ് പാഠങ്ങൾ വേണം പഠിക്കാൻ. ഞാൻ നമ്മുടെ ലിസ്റ്റില് LDC പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ട ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് ഉണ്ടല്ലോ, പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത ചാപ്റ്റേഴ്സ് ഒക്കെ ഒഴിവാക്കാം. ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. നന്നായിട്ട് റിവിഷനും അടിക്കുക. അപ്പോൾ ഒഴിവാക്കാൻ പാടില്ലാത്ത പ്രധാന ചാപ്റ്ററുകൾ മസ്റ്റ് ആയിട്ടും പഠിക്കുക. സമയക്രമം ദിവസം 3-4 മണിക്കൂർ ചിട്ടയായിട്ട് പഠിക്കണം. 24 മണിക്കൂറും പഠിക്കാൻ പറയുന്നില്ല. LDC പരീക്ഷയ്ക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും 3-4 മണിക്കൂർ പഠിച്ചാലും LDC സുന്ദരമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ദിവസവും 3-4 മണിക്കൂർ വെറും പഠനമല്ല, ചിട്ടയായിട്ടുള്ള പഠനം വേണം. ഇനി റിവിഷൻ മസ്റ്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിച്ചു നോക്കുക. അതും നല്ലൊരു തന്ത്രമാണ്. അപ്പോ ഇതൊക്കെ ഈ പ്ലാൻ ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു ദിവസം ഫോളോ ചെയ്യും, അല്ലെങ്കിൽ 2 ദിവസം ഫോളോ ചെയ്യും, കൂടിപ്പോയ ഒരാഴ്ച ഫോളോ ചെയ്യും. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് വേണ്ടേ, കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റണ്ടേ? അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ വിജയം എന്റെ ഒരു സ്വപ്നം കൂടിയാണ്. അതിനുവേണ്ടി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ LDC 2027 ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ക്ലാസ് നമ്മൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ, ആ വഴികളിലൂടെ തന്നെ നിങ്ങളെയും സർക്കാർ ജോലിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിജയം ഞാൻ സ്വപ്നം കണ്ടുകൊണ്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പൊ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹർഷിതം എഡ്യൂടെക് ആപ്പ് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇപ്പോ ലഭ്യമാണ്. ഇനി പഠിക്കാൻ വേണ്ടി എങ്ങനെ സമയം കണ്ടെത്താം എന്നുകൂടി പറയാം. ദിവസവും കുറഞ്ഞത് 3-4 മണിക്കൂർ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കാൻ പറ്റത്തില്ല. അത് എത്ര തിരക്കുള്ള ആളാണെങ്കിലും വീട്ടമ്മയാണെങ്കിലും സ്റ്റുഡന്റ് ആയാലും 24 മണിക്കൂറിൽ 3-4 മണിക്കൂർ നിങ്ങൾക്ക് പഠനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കാൻ പറ്റത്തില്ലേ? കണ്ടിന്യൂസ് ആയിട്ട് വേണമെന്ന് പറയുന്നില്ല, തുടർച്ചയായിട്ട് വേണമെന്നില്ല. പ്രഭാതത്തിലും രാത്രിയിലുമായിട്ട് ഈ ടൈമിനെ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് 3-4 മണിക്കൂർ എന്തായാലും കണ്ടെത്താൻ പറ്റും. പ്രയോറിറ്റി മാറ്റേഴ്സ്. നിങ്ങൾക്ക് ജോലി നിങ്ങളുടെ പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് കണ്ടെത്തിയിരിക്കും. പിന്നെ വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. ആഴ്ചയിൽ ഒരു ദിവസം പഠിച്ചിട്ട് കാര്യമുണ്ടോ? കാര്യമില്ല. ദിവസവും കുറച്ചെങ്കിലും പഠിച്ചാലേ പറ്റത്തുള്ളൂ. പിന്നെ റിവിഷൻ വേണം. ആ റിവിഷൻ നമ്മുടെ ആപ്പിൽ ഞാൻ കൃത്യമായിട്ടും ചെയ്യിപ്പിക്കും. ശനിയും ഞായറും ഫുൾ നിങ്ങൾക്ക് റിവിഷൻ ആയിരിക്കും. ആ ഒരു ആഴ്ച പഠിച്ച പോർഷൻസിന്റെ റിവിഷൻ ആയിരിക്കും ശനിയും ഞായറും. അപ്പൊ ആഴ്ചയുടെ അവസാനം ആ ആഴ്ച പഠിച്ച കാര്യങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കാൻ നിങ്ങൾ മറന്നു പോവുകയേ ചെയ്യരുത്. അപ്പൊ റിവിഷൻ മസ്റ്റ് ആണ്. ഇനി നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ LDC ബാച്ച് നിങ്ങൾ എന്തുകൊണ്ട് എടുക്കണം? ഈ പറഞ്ഞൊരു റോഡ് മാപ്പ് ഇല്ലേ, ഈ റോഡ് മാപ്പിലൂടെ നിങ്ങളെ സമ്പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ ഉതകുന്ന രീതിയിലാണ് നമ്മുടെ ആപ്പിൽ ഞാൻ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സിലബസ് പൂർണ്ണമായും കവർ ചെയ്യുന്ന ക്ലാസ്സുകൾ, അതായത് ഓരോ ടോപ്പിക്കും വിശദമായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ബിഗിനർ ആണോ, പഠനത്തിൽ ഒരു ഗ്യാപ്പ് വന്ന വ്യക്തിയാണോ, വീട്ടമ്മയാണോ, ആരായാലും കുഴപ്പമില്ല. പ്രിന്റബിൾ PDF നോട്ട്സ് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്ന നോട്ടുകൾ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. വാലിഡിറ്റി, പരീക്ഷ വരെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എക്സ്പേർട്ട് ഗൈഡൻസ്, പഠനത്തിൽ എവിടെയെങ്കിലും തടസ്സമുണ്ടായാൽ നിങ്ങളെ സഹായിക്കാൻ ഞാൻ തന്നെ
കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഫുൾ സിലബസ് കവറേജ് ആണ്. ഷോർട്ട് കറണ്ട് അഫയേഴ്സും മന്ത്ലി കറണ്ട് അഫയേഴ്സും PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ഫാക്ട്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വിജയം എന്റെ കൂടെ സ്വപ്നമാണ്. വെറുതെ പഠിച്ചു പോകാതെ ഒരു ടൈം ടേബിൾ അനുസരിച്ച് കൃത്യതയോടെ പഠിക്കാം. അപ്പൊ ഈ ഒരു റോഡ് മാപ്പ് മനസ്സിൽ വെക്കുക. 0 മുതൽ ജോലി വരെ എങ്ങനെ നിങ്ങൾക്ക് എത്തിച്ചേരാം. നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഹർഷിതം എഡ്യൂടെക് ആപ്പ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ വിജയത്തിലേക്കുള്ള ആ ആദ്യ ചുവടുവെപ്പ് ഇന്ന് തന്നെ ആകട്ടെ. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ആപ്പ് അവൈലബിൾ ആണ്. അപ്പൊ എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളൂ. ഞാൻ ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് ആൾക്കാരെ മാത്രമേ എടുക്കത്തുള്ളൂ. സീറ്റ്സ് ഫില്ലായ പിറ്റേ ദിവസം തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കുക. SCERT പഠിക്കുക. സിലബസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് കണ്ടെത്തി പഠിക്കുക. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തരും ഏതൊക്കെയാണ് പോർഷൻസ് വേണ്ടത് എന്ന്. SCERT പഠനതന്ത്രമായിട്ട് തന്നെ വെക്കുക. ആ സെലക്ടഡ് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ഞാൻ തന്ന ലിസ്റ്റ് അത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കണേ. പ്രധാനപ്പെട്ട ടോപ്പിക് സിലബസ് അറിഞ്ഞു പഠിക്കുക. പിന്നെ സിലബസിലെ ഓരോ കാര്യങ്ങളും എത്ര സമയം വേണം അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് നിങ്ങൾ മനസ്സ് വെച്ച് തന്നെ ഇറങ്ങിക്കോളൂ. നമ്മളെപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടേ. താങ്ക്